ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പം ഇന്നത്തെ റെസിപ്പി ഒരു ഈസി പിസ്സേൻ്റെ റെസിപ്പിയാണ്. ഇത് ബ്രെഡ് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. ഡോ ഒന്നും ഉണ്ടാക്കാണ്ട് തന്നെ, ഈസ്റ്റൊന്നും ഇല്ലാണ്ട് തന്നെ നമുക്ക് പെട്ടെന്നൊരു പിസ്സയൊക്കെ കഴിക്കാൻ തോന്നിയാൽ ഇൻസ്റ്റൻ്റായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഈസി പിസ്സേൻ്റെ റെസിപ്പിയാണിത്. ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല പെർഫെക്ഷനിൽ കിട്ടിയിട്ടുണ്ട്. ഇത് കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങിക്കഴിക്കുന്ന ഈസ്റ്റൊക്കെ വെച്ചിട്ടുണ്ടാക്കുന്ന പിസ്സേനേക്കാളും ടേസ്റ്റ് എനിക്ക് ഈ പിസ്സക്ക് തോന്നിയിട്ടുണ്ട്. ബ്രെഡ് വെച്ചുണ്ടാക്കുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റ് ഉണ്ട്. അപ്പം പിസ്സയെല്ലാം കഴിക്കാൻ തോന്നുമ്പം ഇത് എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്ക്. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും. അപ്പം നമുക്കിതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്ക് പിസ്സേൻ്റെ ബേസാണ് ഉണ്ടാക്കേണ്ടത്. അത് ബ്രെഡ് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പം ഞാനിവിടെ ഒരു 7 സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ സ്മോൾ സൈസ് ആക്കിയിട്ട് കട്ട് ചെയ്തെടുക്കണം. വീഡിയോയിൽ കാണുന്ന പോലെ കട്ട് ചെയ്തെടുത്താൽ മതി. ഇത് മിക്സിയിലൊന്നും ഗ്രൈൻഡ് ചെയ്തെടുക്കാൻ പാടില്ല. ഇതുപോലെ തന്നെ കുറച്ച് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കുക ചെയ്യേണ്ടത്. ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കണം. പിന്നെ ഇതിൻ്റെ ബേസ് ബ്രെഡ് വെച്ച് ഉണ്ടാക്കുന്നതാണെന്നൊന്നും വിചാരിക്കേണ്ട, നല്ല ടേസ്റ്റാണ് ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ. ഇനി ഇതിനകത്തേക്ക് വേണ്ടത് 3 മുട്ടയാണ്. അപ്പം അതും കൂടി പൊട്ടിച്ച് വെച്ച് കൊടുക്കാം. ഇനി വേണ്ടത് 1/2 കപ്പ് പാലാണ്. അപ്പം അതും കൂടി ഒഴിച്ച് കൊടുക്കണം. ഇനി ഇതിനകത്തേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. അതുപോലെ ഒരു 1/2 ടീസ്പൂൺ അങ്ങനെ പെപ്പർ പൗഡർ ചേർത്ത് കൊടുക്കുക. ഇനി ഒരു 1/4 ടീസ്പൂൺ ഒറിഗാനോ കൂടി ചേർത്ത് കൊടുക്കണം. എന്നിട്ടിത് നല്ല പോലെ മിക്സ് ചെയ്ത് എടുക്കണം. ഇതാ മിക്സ് ചെയ്ത് ഇതുപോലെ വീഡിയോ കാണുന്ന പോലെ ആക്കിയെടുക്കണം. ബ്രെഡൊക്കെ ഇതുപോലെ പൊതിർന്നിട്ട് കിട്ടും. അപ്പം ആ ഒരു രീതിയിൽ മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് ചിക്കനാണ്. ഇത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ക്വാണ്ടിറ്റി കൂട്ടിയിട്ടെടുക്കുക. അതിലത്തേക്ക് ആവശ്യത്തിന് ഉപ്പും ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു 1/2 ടീസ്പൂൺ അങ്ങനെ മല്ലിപ്പൊടി, പിന്നെ സെയിം 1/2 ടീസ്പൂൺ പെപ്പർ പൗഡർ, 1 ടീസ്പൂൺ ചില്ലി പൗഡർ, അതുപോലെ ഒരു 1/2 ടീസ്പൂൺ അങ്ങനെ ഗരം മസാല, പിന്നെ 1 ടീസ്പൂണിൻ്റെ അടുത്ത് ഞാനിവിടെ പാപ്രിക്ക പൗഡർ ചേർക്കുന്നുണ്ട്. അത് ഓപ്ഷണലാണ്, ചേർത്താൽ കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവും. ഇനി വേണ്ടത് ഒരു 1/2 ടീസ്പൂൺ അങ്ങനെ ഒറിഗാനോ ആണ്. അപ്പം അതും കൂടി ചേർത്ത് കൊടുക്കണം. ഇനി ഇത് നല്ല പോലെ മിക്സ് ചെയ്തെടുക്കണം. ഇതുപോലെ മിക്സ് ചെയ്ത് മാറ്റി വെക്കാം. ഇനി പിസ്സേൻ്റെ ടോപ്പിങ്സിൽ ആഡ് ചെയ്യുന്ന കുറച്ച് വെജിറ്റബിൾസാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ പകുതി സവാള എടുത്തിട്ടുണ്ട്. കുഞ്ഞി സവാളയാണ്. അത് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. ഇതുപോലെ കുറച്ച് സ്മോൾ സൈസിൽ ഒരു റെക്റ്റാങ്കിൾ ഷേപ്പിലാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കണം. ഇനി വേണ്ടത് ക്യാപ്സിക്കാണ്. അത് ഞാൻ ഇതുപോലെ നീളത്തിലാണ് കട്ട് ചെയ്തെടുക്കുന്നത്. പിന്നെ ഒരു ചെറിയ പീസ് റെക്റ്റാങ്കിൾ ഷേപ്പിലും കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ടൊമാറ്റോ കട്ട് ചെയ്തെടുക്കുമ്പം അതിൻ്റെ ഉള്ളിലത്തെ സീഡ് കളയണം. അപ്പം അത് ഫസ്റ്റ് കളയുമോ. എന്നിട്ട് അതും ഇതുപോലെ റെക്റ്റാങ്കിൾ ഷേപ്പിൽ തന്നെ കട്ട് ചെയ്തെടുക്കണം. ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടമല്ലാത്ത വെജിറ്റബിൾസ് സ്കിപ്പ് ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ കോണ്, പിന്നെ ഒലീവ് അതൊക്കെ എടുക്കാം. അപ്പോൾ കുറച്ചും കൂടി പെർഫെക്റ്റ് ലുക്ക് കിട്ടും. ഇനി ഇതുപോലെ ഒരു കാശ്മീരി മുളക് എടുത്തിട്ട് അതും കൂടി സ്ലൈസ് ചെയ്തെടുക്കുന്നുണ്ട്. അതിൻ്റെ ഉള്ളിലത്തെ ആ സീഡ്സൊക്കെ കളയാം. എന്നിട്ട് അത് മാത്രം കട്ട് ചെയ്തെടുത്താൽ മതി. ഒരു ഭംഗിക്ക് ഇത് പിസ്സേൻ്റെ ടോപ്പിങ്ങിൽ ഇട്ടാൽ നല്ല രസമുണ്ടാവും. ഇനി പിസ്സേൻ്റെ സോസ് എങ്ങനെ സിമ്പിളായിട്ട് ഉണ്ടാക്കാം എന്നാണ് കാണിക്കുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് ടൊമാറ്റോ സോസ് എടുത്തിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള അളവിൽ നിങ്ങൾക്ക് എത്ര വേണം അതിനനുസരിച്ച് എടുക്കാം. ഞാൻ പിന്നെ കുറച്ച് കെച്ചപ്പും ഒഴിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഒറിഗാനോ, 1/4 ടീസ്പൂൺ ചില്ലി പൗഡർ, ഇതുപോലെ 1/2 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, പിന്നെ സെയിം 1/2 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും കൂടി ഇട്ടിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിത് നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. കുറേ ടൊമാറ്റോ ഒന്നും എടുത്തിട്ട് പിസ്സ സോസ് ആക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതുപോലെ ആക്കിയെടുത്താൽ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റും.
ഒരു കാര്യം വിട്ടുപോയി, ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടി ചിക്കനിലോട്ടേക്ക് ചേർക്കണം. അത് നിങ്ങളെ ഫ്ലേവറിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. ഇനിയൊരു ഫ്രൈങ് പാൻ എടുത്തിട്ട് അതിലോട്ടേക്ക് ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കണം. ബട്ടർ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ ആഡ് ചെയ്താൽ മതി. ഞാനിവിടെ കുറച്ച് ബട്ടറും കുറച്ച് ഓയിലും കൂടി അങ്ങനെ മിക്സ് ചെയ്തിട്ടാണ് ആഡ് ചെയ്യുന്നത്. അതിനിലോട്ടേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കണം. ചിക്കൻ ഇതുപോലെ ചെറിയ പീസസ് ആക്കിയിട്ട് കട്ട് ചെയ്താൽ പെട്ടെന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും. പിസ്സയിൽ ഇങ്ങനെ ചെറിയ പീസസ് ആക്കിയിട്ടാണ് ഉണ്ടാവുക. അപ്പം ഞാനതുപോലെയാണ് കട്ട് ചെയ്തെടുത്തത്. ഇനി ഇത് ഒരു സൈഡ് കുക്കാകുമ്പോൾ ഇതുപോലെ തിരിച്ചിട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് എടുത്താൽ മതി. ഇനി ഇത് ഫ്രൈ ആയി കഴിഞ്ഞാൽ കുറച്ചുകൂടി ഓയിൽ ചേർത്ത് കൊടുക്കാം. ഇനി ഈ ഓയിലൊന്ന് ചൂടായാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഈ വെജിറ്റബിൾസ് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചില്ലേ അതിലോത്തുനിന്ന് പകുതി ഇനി ഇത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം. ഇനി പിസ്സേൻ്റെ ബേസ് ഉണ്ടാക്കണം. അതിന് വേണ്ടിയിട്ട് ഫ്ലെയിം ഓണാക്കി ഒരു ഫ്രൈങ് പാൻ വെച്ച് കുറച്ച് ഓയിൽ ഗ്രീസ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ നെയ്യോ ബട്ടറോ ആഡ് ചെയ്യാം. ഞാനിവിടെ സാധാ സെയിം സൺഫ്ലവർ ഓയിൽ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഇനി ഇതിലോട്ടേക്ക് നേരത്തെ ആക്കി വെച്ച ബ്രെഡ് ഇതുപോലെ ഒഴിച്ച് കൊടുക്കണം. ഇതുപോലെ തന്നെ തിക്കായിട്ടാണ് വേണ്ടത്, എന്നാലാണ് പെർഫെക്റ്റിൽ കിട്ടുള്ളൂ. നല്ലോണം ലൂസായി കഴിഞ്ഞാൽ പൊട്ടിപ്പോവാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പം ഇതുപോലെ പരത്തി ഇട്ട് കൊടുക്കണം. ഇങ്ങനെ സ്പൂൺ വെച്ചിട്ട് ഇട്ട് കൊടുക്കാം. ഈ സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് പിന്നെ ഫ്ലെയിം ഓൺ ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇനി ഇത് ആയിക്കഴിഞ്ഞാൽ ഒരു സൈഡ് ഒരു 5 മിനിറ്റ് കൊണ്ട് തന്നെ ആവും. അപ്പം അതായിക്കഴിഞ്ഞാൽ ഇതുപോലെ തിരിച്ചിട്ട് കൊടുക്കാം. പിന്നെ ഇത് ലോ ഫ്ലെയിമിൽ വേണം കുക്ക് ചെയ്തെടുക്കാൻ. ഇതിങ്ങനെ തിരിച്ചിട്ട് കൊടുത്താൽ ഫ്ലെയിം ഓഫ് ചെയ്ത് നമുക്ക് പിസ്സ സോസ് തേച്ച് കൊടുക്കാം. ഞാനിവിടെ ഫുൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ പിസ്സ സോസിന് നല്ല ടേസ്റ്റാണ്. അപ്പം എല്ലാവരും പിസ്സ സോസ് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. അതിന് ഇതിലോട്ടേക്ക് ഇതുപോലെ നേരത്തെ ആക്കി വെച്ച ചിക്കനും വെജിറ്റബിൾസിൻ്റെ ആ മിക്സും കൂടി ചേർത്ത് കൊടുക്കാം. ഇതുപോലെ നന്നായിട്ട് പരത്തി ഇട്ട് കൊടുക്കണം, എല്ലാ ഭാഗത്തും ആവുന്ന രീതിയിൽ. ഇനി വേണ്ടത് മൊസറല്ല ചീസാണ്. അപ്പം അത് ഞാൻ ആദ്യം കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നേരത്തെ മാറ്റി വെച്ച പകുതി വെജിറ്റബിൾസില്ലേ അതും കൂടി ആഡ് ചെയ്ത് കൊടുക്കണം. ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തത് ഇതുപോലെ വെച്ച് കൊടുക്കാം, ടോപ്പിങ്സ് ആയിട്ട് വെച്ച് കൊടുക്കാം. അപ്പോഴാണ് കാണാൻ ഭംഗി ഉണ്ടാവുക. പിന്നെ ടൊമാറ്റോയും കൂടി വെച്ച് കൊടുത്ത് ഇതുപോലെ ചീസ് ഇട്ട് ഫുള്ള് കവർ ചെയ്തെടുക്കണം. ചീസ് നിങ്ങൾക്ക് എത്രത്തോളം ഇഷ്ടമാണ് അത്രത്തോളം ഇട്ട് കൊടുക്കുക. നല്ലോണം ഇട്ടാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ ഇതുപോലെ കാശ്മീരി ചില്ലി കുറച്ചിട്ട് കൊടുക്കാം. ഇങ്ങനെ ഇട്ടാൽ നല്ല ഭംഗിയുണ്ടാവും കാണാൻ. പിന്നെ ഇതുപോലെ ആവശ്യത്തിന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചില്ലി ഫ്ലേക്സും ഒറിഗാനും ചേർത്ത് കൊടുക്കാം. ഇനി ഇത് കുക്ക് ചെയ്തെടുക്കണം. ചീസൊക്കെ ഒന്ന് മെൽറ്റായിട്ട് വരണം. അപ്പം അതുവരെ കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ പിസ്സ അടിപൊളിയായിട്ട് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ചീസൊക്കെ മെൽറ്റായിട്ട് നല്ല പെർഫെക്റ്റിൽ കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് ഒരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം. എനിക്കിത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇത് നല്ല ടേസ്റ്റാണ്. കാണുന്ന പോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. നല്ല പെർഫെക്റ്റ് ലുക്കിലും കിട്ടിയിട്ടുണ്ട്. ഇനി ഞാനിതൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം. നല്ല പെർഫെക്റ്റ് ലുക്കിൽ കിട്ടിയിട്ടുണ്ട്. ഇത് ചൂടോടെ കട്ട് ചെയ്യുമ്പം ചീസൊക്കെ വെലിഞ്ഞിട്ട് വരും. ഞാനിവിടെ ഫോട്ടോ ഒക്കെ എടുത്ത് വീഡിയോ ഒക്കെ എടുത്ത് കഴിയുമ്പോഴത്തേക്കും ചൂട് ആറിപ്പോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ചീസ് വെലിഞ്ഞ് വരാത്തത്. അപ്പം നിങ്ങളെല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്ക്. നല്ല ടേസ്റ്റായതിന്. ഷോപ്പിൽ നിന്ന് വാങ്ങി കഴിക്കുന്നതിനേക്കാളും ടേസ്റ്റ് ഉണ്ട്. സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം. അപ്പം നിങ്ങളെല്ലാവരും ഇത് മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്ക്. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും. അപ്പം വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇനിയും ഇതുപോലത്തെ വീഡിയോസിന് വേണ്ടിയിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് വീഡിയോ കാണാം. ബൈ.